സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് MUI 8. സോ ഈ ഒരു അപ്ഡേഷനിൽ ഏകദേശം ഒരു 25 ട്രിക്സിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സോ നമസ്കാരം, എൻ്റെ പേര് സന്ദീപ്. സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ കാണുന്നത് MUI 8 ആണ്. ഗ്ലോബൽ MUI 8.8.0.5.0. സോ ഇതിൽ നമ്മൾ കാണുന്ന പുതിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇതിൽ ഞാൻ പുതിയ കണ്ട അഡ്വാൻറ്റേജ് പറയുന്നത്, ഇതിൽ ഡുവൽ ആപ്സ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിരിക്കും. മീൻസ് ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ 2 ID ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡ്യുവൽ ആപ്സ് ആവശ്യമുണ്ട്. മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലാണ് ഡ്യുവൽ ആപ്പ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, ഇത് ഡുവൽ അമുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് 2 വാട്സപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു വാട്സപ്പ്, ഇതിൻ്റെ പ്രൈമറി വാട്സപ്പാണ് ഇപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതേമാതിരി ഇപ്പോൾ സെക്കൻഡറി വാട്സപ്പ് ഇവിടെ വന്നു കഴിഞ്ഞു നമുക്ക് കാണാം. ഇത് നമുക്ക് വേറെ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതൊരു പുതിയൊരു ഓപ്ഷനിൽ ആഡ് ചെയ്തതാണ്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, സെക്കൻഡ് സ്പേസ് മീൻസ് ഒരേ മൊബൈലിൽ നമുക്ക് 2 മൊബൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അത് നമുക്ക് ഇവിടെ കാണുകയാണെങ്കിൽ അതിന് അഡീഷൻ സെറ്റിങ്സിൽ ഇവിടെ നമുക്ക് കാണാം സെക്കൻഡ് സ്പേസ് എന്ന ഓപ്ഷൻ. സോ ഈ സെക്കൻഡ് സ്പേസ് എന്താണെന്ന് വെച്ചാൽ, ടേൺ ഓൺ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോ ടു സെക്കൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ആ സെക്കൻഡ് സ്പേസിൽ നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായിരിക്കും ഈ ഒരു സ്പേസ്. ഇപ്പം നമുക്ക് കാണാം, അത് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമുക്ക് ഈ സ്പേസിൽ നമുക്ക് സ്വന്തമായിട്ട് വേറെ നമുക്ക് പാസ്വേഡ് ഇടാം, അല്ലെങ്കിൽ വേറെ നമുക്ക് ഫിംഗർ പ്രിന്റ് വന്നിട്ട് നമുക്കത് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് വന്നിട്ട് മറ്റേതിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അതിലും ഇതിലും കുറച്ച് നമുക്ക് വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഈ സെക്കൻഡ് സ്പേസിൽ നിങ്ങൾ നോക്കൂ. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഗാലറിക്ക് പോവാണ്. ഗാലറിക്ക് നോക്കൂ, ഒന്നും അതിൽ കാണാൻ പറ്റില്ല. ബിക്കോസ് ഈ സ്പേസ് തനിയെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. സോ അപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് വേറെ സ്വിച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്വിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഡയറക്റ്റ് എൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന് എൻ്റെ പഴയ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഇതിലേക്ക് വരാൻ പറ്റും. സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു OSൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, എല്ലാ റീജിയണൽ ലാംഗ്വേജും നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ മെസ്സേജിങ് എടുക്കുകയാണ്, നമുക്ക് മെസ്സേജിങ്ങിൽ നമുക്ക് സാധാരണ വന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് അവിടെ വന്നിട്ട് വേറെ സെറ്റപ്പ് ആവശ്യം വരും. പക്ഷേ ഇതിൽ നമുക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് വേറെ ലാംഗ്വേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ലാംഗ്വേജ് നമുക്കതിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ മലയാളം ആവശ്യമുണ്ട്, മലയാളം ഗ്ലോബൽ ലാംഗ്വേജ്. അപ്പോൾ ഏത് ലാംഗ്വേജ് നമുക്ക് ആവശ്യമുള്ളൂ നമുക്കത് സെറ്റ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ. അടുത്ത ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, ഇതിൽ തന്നെ കോളർ ID ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ സാധാരണ മുമ്പ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന തന്നെയാണ് ഇപ്പോൾ ഈ ട്രൂ കോളർ എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ട്രൂ കോളർ ഇപ്പോൾ അത് വന്നിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. എന്താ വെച്ചാൽ, ഇതിൽ ഓൾറെഡി തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസിൻ്റെയും അത് വന്നിട്ട് ഓൾറെഡി അവർക്ക് കോളർ ID ഉണ്ട്. അപ്പോൾ ഇതിലെന്താ അഡ്വാൻറ്റേജ്, ഇപ്പോൾ ട്രൂ കോളർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവരെ സെർവറിലേക്ക് എന്നിട്ട് നമ്മുടെ കോൺടാക്ട് അപ്ലോഡ് ചെയ്തിട്ട് അത് തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ MUIയിലുള്ള കോളർ ID വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രൈവസി ഓൾറെഡി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അടുത്ത ഇതിൽ അഡ്വാൻറ്റേജ് കാണിക്കുന്നതെന്ന് വെച്ചാൽ SMS ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പം നമുക്ക് ഏത് ബാങ്കാണ് അതങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അത് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്യും. നിങ്ങൾക്കാണ് ഇപ്പോൾ എയർടെൽ എന്നാണ് മെസ്സേജ് ഒന്ന് എയർടെൽ, HDFC എന്നാണെങ്കിൽ HDFC. സോ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഇതിൽ തരുന്നുണ്ട്. അടുത്തത് വന്നിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ, ഈ ഒരു റീചാർജ് ഇപ്പോൾ നമുക്ക് പുതിയതായി ഇപ്പം നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ അവർ വന്നിട്ട് അടുത്ത ഓപ്ഷൻ തരും. നമുക്ക് ഇത് റീചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് തന്നെ താഴത്ത് നമുക്ക് എഴുതി കാണിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ OTP വരികയാണ്. ഇപ്പം നമ്മൾ സാധാരണ നമുക്ക് വേറെ ഏതെങ്കിലും OTP വരികയാണെങ്കിൽ അത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ അത് തന്നെ നമുക്കിത് തരുന്നുണ്ട്. സോ അടുത്ത ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ ക്വിക്ക് ബോൾ. ഇപ്പോൾ ക്വിക്ക് ബോൾ എന്ന് കാണിക്കുന്നത് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതാണ് ക്വിക്ക് ബോൾ. സോ നമുക്ക് ആപ്പിളിൽ യൂസ് ചെയ്യുന്ന മാതിരി തന്നെ ക്വിക്ക് ബോൾ ആണ്. സോ ഇതിലെന്താ അഡ്വാൻറ്റേജ് വെച്ചാൽ, നിങ്ങൾക്ക് അതൊന്ന് കോൺഫിഗർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എവിടുന്ന സെറ്റിങ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അഡീഷണൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്വിക്ക് ബോൾ.
അപ്പോൾ ഈ ക്യൂക്ക് ബോളിൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇവിടെ റൗണ്ട് അത് ഏത് ഇതിലും വരാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ കാണുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു. സോ ഇതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ആപ്പിളിൻ്റെ മരത്തിൽ നമുക്ക് ഇതിൽ ഒരു സ്പെഷ്യലായിട്ട് കിട്ടുന്നുണ്ട്. അടുത്ത് വന്നിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് നമുക്ക് കാണാൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ വന്നിട്ട് സ്ക്രോളിംഗ് സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കാണാൻ ഇത്രയും വലിയൊരു ഇതാണ്, നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്, എന്നിട്ട് ഇപ്പോൾ നോക്കും ഇവിടെ സ്ക്രോൾ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് അത് ഒരേ അടിക്ക് അത് വന്നിട്ട് സ്ക്രീൻഷോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം എത്ര വലുത് വേണം. ഒരു സ്ക്രീൻഷോട്ടാണ്, പക്ഷേ ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കത് വേറെ ഏത് മൊബൈലിലും ഈ ഒരു ഓപ്ഷൻ നമ്മൾ കാണാറില്ല. അടുത്ത് വന്നിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോസ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക് തന്നെ ഓൾറെഡി ഇതിൽ വീഡിയോസിൽ അതേമാതിരി നമുക്ക് ആപ്സിലും ഓൾറെഡി അത് വന്നിട്ട് അതിൻ്റെ എഡിറ്റിംഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. സോ ആ വീഡിയോയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ ഇതിൽ വന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രിം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്യാം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അഡീഷൻസ് എല്ലാം നമുക്ക് ഇതിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. അടുത്തത് നമുക്ക് കാണുകയാണെങ്കിൽ ഇതേമാതിരി ഫോട്ടോ എഡിറ്ററും ഫോട്ടോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോയിൽ നമുക്ക് ഇതേമാതിരി തന്നെ എഡിറ്റിംഗ് അവർ ഓപ്ഷൻ ഇത് തരുന്നുണ്ട്. മീൻസ് അതിൽ ഫിൽറ്റേഴ്സൊക്കെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് കുറച്ച് ബിൽഡ് ചെയ്യും. മീൻസ് റൊട്ടേഷൻ അതേമാതിരി ക്രോപ്പിംഗ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലും അവർ ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അടുത്ത് നമുക്ക് കാണുകയാണെങ്കിൽ ഇതിലുള്ള ഗാലറി വ്യൂ സോ ഓട്ടോമാറ്റിക്കലി അവർ കുറച്ച് മാറ്റവും ചെയ്തു. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പോൾ ഓരോ ഡേറ്റിനനുസരിച്ച് ഇങ്ങനെ മാറ്റവും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കാണുകയാണെങ്കിൽ ഇങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സ്ക്രീൻഷോട്ടിന് തനിയെ സ്ക്രീൻഷോട്ട്സ് ഇപ്പോൾ നമുക്ക് കാണാൻ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. സോ നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ട് ഒരേ അടിക്ക് നമുക്ക് അതിൽ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് അതേമാതിരി അടുത്ത ഓപ്ഷൻ വന്നിട്ട് ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും. നമുക്ക് നമ്മൾ ഏത് സൈറ്റിലാണ് നമുക്ക് ആവശ്യമുള്ള ഡയറക്റ്റ് ഷെയറിങ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ തനിയെ പോയിട്ട് നോക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. സോ അടുത്തെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ആനിമേഷൻസ് ഇപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ ആനിമേഷൻസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാം ഇത് ഈ മേലെ ഭാഗം ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇത് ഇപ്പോൾ മഴ ഭാഗം കാണുന്നു. ഇങ്ങനത്തെയുള്ള ആനിമേഷൻസ് പുതിയതായിട്ട് എല്ലാത്തിലും ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേമാതിരി തന്നെ ഇതിന് കളർ വന്നിട്ട് ഇപ്പോൾ ആക്ച്വലി റെയിൻബോ കളർ ടൈപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഓരോ ഇതിന് വന്നിട്ട് വെവ്വേറെ ഇപ്പോൾ എക്സാമ്പിളിന് ചെറിയൊരു വലിയ വ്യത്യാസങ്ങളല്ല, ചെറിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നമുക്ക് നോക്കും ഇപ്പോൾ ഡിസംബർ കളർ ചേഞ്ചായി, ജനുവരി അടുത്ത കളറായി. സോ ഇങ്ങനെ കലഡോസ്കോപ്പ് മാതിരി തന്നെ കളർ ചേഞ്ചിങ് ഇതിൽ ഓട്ടോമാറ്റിക് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സാധാരണ ഒരു ആപ്പ് നമ്മളൊരു തീം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ സെറ്റിങ്സും പച്ച കളർ എന്ന് വെച്ചാൽ പച്ച കളറാവും, ഓറഞ്ച് കളർ എന്ന് വെച്ചാൽ ഓറഞ്ച് കളറാവും. പക്ഷേ ഇതിലെങ്ങനെയല്ല. ഇപ്പോൾ മെസ്സേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ പച്ച കളർ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫോൺ ഡയലർ വരികയാണെങ്കിൽ അത് ബ്ലൂ കളർ വരുന്നു. സോ വെവ്വേറെ കളറിങ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആനിമേഷൻ ഒരു നല്ല രീതിയിൽ ഇതിൽ അഡ്വാൻറ്റേജ് തരുന്നുണ്ട്. അടുത്ത് വന്നിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് വരുന്നിട്ട് ഇതിൽ ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് സ്പേസ് ഡയറക്റ്റ് നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിലെന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്പേസിലേക്ക് പോയിട്ടോ, സോറി നമുക്ക് ഒന്ന് മാറ്റണം. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് നമുക്ക് അടുത്ത അഡ്വാൻറ്റേജ് വന്നിട്ട് ഇതിൻ്റെ ടോങ്കിൾസ് ഓൾറെഡി അത് വന്നിട്ട് പുതിയ രീതിയിൽ വന്നു. പക്ഷേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റുകയും ചെയ്യാം. നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ആൻഡ് അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിൽ ഓൾറെഡി തന്നെ നമുക്ക് ഇതിൽ നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഡയറക്റ്റായി കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് അടുത്ത് ഞാൻ ഓപ്ഷൻ കണ്ടത് ഇപ്പോൾ വൈഫൈ. ഇപ്പോൾ നമ്മൾ വൈഫൈ ഓണിലാണ്. സോ നമുക്ക് ഏതെങ്കിലും ഒന്ന് കണക്റ്റഡ് ആവുകയാണ്, നമുക്ക് ഡയറക്റ്റ് കണക്റ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. മീൻസ് ഇപ്പോൾ എക്സാമ്പിൾ കാണുകയാണെങ്കിൽ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം വൈഫൈ സെറ്റപ്പ്. ഞാൻ അടുത്ത് വന്നിട്ട് നമുക്ക് സെറ്റിങ്സിൽ ഇത് ഓൾറെഡി ഒരു അഡ്വാൻറ്റേജ് തന്നിരിക്കും. ഇത് തന്നെ നമുക്ക് സെർച്ചും തരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ആവശ്യമാണ്, ഇപ്പോൾ നമുക്ക് ക്യൂക്ക് ബോൾ ആവശ്യമാണ്, ഇപ്പോൾ നേരെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യൂക്ക് ബോൾ ഡയറക്റ്റ് ആ സെറ്റിങ്സിലേക്ക്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചിലവർക്ക് മറന്നു പോകാറുണ്ട് ഏത് സെറ്റിംഗ് ഏതിൻ്റെ ഉള്ളിലാണെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് സെറ്റിംഗ് തന്നെ ഒരു സെർച്ച് ബാർ തന്നുകൊണ്ട് ഈ സെറ്റിങ്സിലുള്ള ഏതെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റീസെൻറ്റ് ആപ്സ്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻറ്റ് ആപ്പ് ഇത്രയുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് ഇപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അറിയാൻ മുമ്പാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇപ്പോൾ അതിന് ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് കണ്ടോ,
നമ്മൾ ലാസ്റ്റ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ തുറന്ന് ഉപയോഗിക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ നമുക്ക് ചുരുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു അടുത്തൊരു അഡ്വാൻറ്റേജും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വോളിയം ബട്ടണിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ മുമ്പ് വോളിയം ബട്ടണിൽ ജസ്റ്റ് നമുക്ക് വോളിയം മാത്രം, പക്ഷേ ഇതിൽ ഡൗൺ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ, നമ്മുടെ റിംഗ് ടോൺ, അതേമാതിരി അലാറം തനിയെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതുകൊണ്ട് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇത് താഴ്ത്തിക്കാക്കിയാൽ ഒന്നും വരത്തില്ല. പക്ഷേ ഇതേത് വന്നിട്ട് 2 വിരൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ താഴ്ത്തിക്ക് വലിച്ചു നോക്കൂ, അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് അവിടെ തന്നെ ഇവിടുന്ന് കാണാൻ പറ്റും. ഇതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്കത് ഇവിടെ തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് സേവ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻ ഇതിൽ നമുക്ക് വരുന്നുണ്ട്. അടുത്തത് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇപ്പോൾ സെറ്റിങ്സിൽ ബാറ്ററി നമുക്ക് അനലൈസ് ചെയ്യുന്ന ഒരു പുതിയൊരു അഡ്വാൻറ്റേജ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നോക്കുക, അനലൈസ് ബാറ്ററി യൂസേജ്. നമുക്ക് ഫുള്ളായിട്ട് അത് വന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഞാൻ ഇത്ര ഉപയോഗിച്ചിരിക്കുന്ന ഈ പവർ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൽ അനലൈസ് ചെയ്ത് തരും. ഏതൊക്കെ നമുക്ക് കൂൾ ചെയ്യാനത്, ഇപ്പോൾ ഹീറ്റ് ആയിട്ടുണ്ട്, കൂൾ ചെയ്യാനുള്ള അങ്ങനത്തെ ഓപ്ഷൻസ്, അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ. പിന്നെ ബാറ്ററി സേവർ ഉണ്ട്. ഇപ്പോൾ എത്ര മണിക്കൂറേക്ക് എൻ്റെ ബാറ്ററി അവൈലബിൾ ആണ്, ബാറ്ററി എത്ര മണിക്കൂറിന് അവൈലബിൾ ആണ്. ഇപ്പോൾ 37 ഡിഗ്രീസ് ആണ് ഇപ്പോൾ എൻ്റെ ബാറ്ററി ടെമ്പറേച്ചർ, 4000 mAh ബാറ്ററിയാണ്. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യം, ഇപ്പോൾ ഈ ബാറ്ററി യൂസ് വന്നിട്ട് ഏതൊക്കെ സിസ്റ്റമാണ് കൂടുതൽ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ് ആണ് കാൽക്കുലേറ്ററിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, കാൽക്കുലേറ്റർ നിങ്ങളിവിടെ മേലെ എടുത്ത് നോക്കൂ. ഇതിൽ പുതിയതായിട്ട് നമുക്ക് എല്ലാ മീൻസ് കൺവേർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻസി, അതേമാതിരി നമുക്ക് കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, ലെങ്ത്, ഏരിയ, ടൈം, ഇങ്ങനെയുള്ള പുതിയ അഡ്വാൻറ്റേജും കൂടി ഇതിൽ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് മുമ്പേ ഉള്ളതാണ് 1 ഹാൻഡഡ് മോഡ്. ഇപ്പോൾ നമുക്കറിയാം ഇതിൽ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ബിക്കോസ് വലിയ സ്ക്രീൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് 1 ഹാൻഡഡ് മോഡിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഏറ്റവും നല്ല ചെറിയ കാര്യം എന്ന് വെച്ചാൽ, ബിക്കോസ് നമുക്ക് മുതിർന്നവർക്ക് ആർക്കും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നിട്ട് ലൈറ്റ് മോഡും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മോഡ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് വിൻഡോസ് ഫോണുമാർ തന്നെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഐ തിങ്ക് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഈ ഒരു പുതിയ MUI 8 കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യാം. അതേമാതിരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരിക. സോ അതേമാതിരി ഇങ്ങനെ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇതിവിടെ താഴത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.